കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് നടൻ ജയൻ രവി ആര്യയുമായി വേർപിരിഞ്ഞുവെന്ന് പ്രഖ്യാപിച്ചത്. അന്നുമുതൽ ക്രൂരമായ രീതിയിൽ താരം സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങുന്നുണ്ട്. അപമാനവും പരിഹാസവും വിമർശനങ്ങളും അതിരുവിട്ടതോടെയാണ് യഥാർത്ഥത്തിൽ തൻ്റെ വ്യക്തിജീവിതത്തിലും ദാമ്പത്യത്തിലും എന്താണ് സംഭവിച്ചതെന്ന് വാർത്താസമ്മേളനത്തിൽ നടൻ വെളിപ്പെടുത്തി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെയാണ് മുൻ ഭാര്യയും അവരുടെ കുടുംബവും സോഷ്യൽ മീഡിയയും തന്നോട് ചെയ്ത കാര്യങ്ങൾ നടൻ വെളിപ്പെടുത്തിയത്. സഹിക്കാനാവുന്നതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിയതിനാലാണ് മൗനം വെടിഞ്ഞതെന്നും മക്കളെ കാണാൻ പോലും കഴിയില്ലെന്നും താരം പറഞ്ഞു. ഇത്രയും നാൾ ഒന്നും തുറന്നു പറഞ്ഞില്ലെന്നത് തന്നെ മണ്ടത്തരമായി ഞാൻ കരുതുന്നു. ജയൻ രവി വളരെ സോഫ്റ്റായ ആളാണ്. എന്തു പറഞ്ഞാലും കേൾക്കും, മനസ്സിലാക്കും, വിട്ടുതരും. ശരിയാണ്, അതാണെൻ്റെ സ്വഭാവം. അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഇത്രയും നാൾ. സാധുവായിരുന്നു. എന്നെ പലരും ഉപദ്രവിച്ചു തുടങ്ങി. അവരോടായി ഞാൻ പറയുന്നു, ഇതാണ് എൻ്റെ ഓഫീസ്. മറഞ്ഞിരുന്ന് ഒന്നും ചെയ്യണ്ട, നേരിട്ട് ഓഫീസിലേക്ക് വരാം, ഞാൻ റെഡിയാണ്. എന്നെ പഞ്ചിങ് ഭാഗമായി ഉപയോഗിക്കുന്നവർക്കും സ്വാഗതം. വിവാഹമോചനം ലഭിക്കുന്നത് വരെ എൻ്റെ സിനിമകളൊന്നും ഇനി റിലീസാവില്ല. അതുവരെ ഞാൻ അഭിനയിക്കുന്നില്ല. എനിക്കതിന് കഴിയുകയുമില്ല. എനിക്കുണ്ടായതും ഞാൻ അനുഭവിച്ചതുമായ അപമാനം അത്രത്തോളമാണ്. ഇനി മുതൽ ഞാൻ സാധുവായിരിക്കില്ല. എന്ന് എനിക്ക് ഡിവോഴ്സ് കിട്ടുന്നുവോ, എന്ന് എൻ്റെ പേഴ്സണൽ ലൈഫ് ശരിയാകുന്നു, എന്ന് സൈബർ ബുള്ളിങ് നിൽക്കുന്നുവോ, എല്ലാം ഞാൻ കാണുന്നുണ്ട്. എന്നെ ശല്യം ചെയ്യുന്നതും കളിയാക്കുന്നതും ദയവ് ചെയ്ത് നിർത്തണം. ഞാൻ എൻ്റെ ഓഫീസിൽ മാത്രമേ ഉണ്ടാവൂ. എന്നോട് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നേരിട്ട് അവിടെ വരാം. എൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സിനിമയുമായി അതിന് യാതൊരു ബന്ധവുമില്ല. 23 വർഷം രാവും പകലുമില്ലാതെ ഞാൻ സിനിമയിൽ അധ്വാനിച്ചു. എൻ്റെ 95% സിനിമകളും വിജയമാണ്. എൻ്റെ സ്വന്തം അധ്വാനത്താൽ ഞാൻ നിരവധി പുരസ്കാരങ്ങളും നേടി. കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഞാൻ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. കുടുംബമാണ് എനിക്കെല്ലാം. അവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വെറുതെ നോക്കിയിരിക്കില്ല. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അവൻ മിണ്ടാതിരുന്നോളും എന്ന ചിന്ത ചിലർക്കുണ്ട്. എൻ്റെ ന്യായം ഞാൻ പറയാൻ പോവുകയാണ്. പെണ്ണാണല്ലോ എന്ന് കരുതിയാണ് പ്രതികരിക്കാതിരുന്നത്. എന്ത് ആണ്, എന്ത് പെണ്ണ്, എന്ത് ഫെമിനിസം, പടം ജയിക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയാതെ പീഡനത്തിനെതിരെ സിനിമ എടുത്തവനാണ് ഞാൻ. എനിക്ക് സ്ത്രീകളെ മനസ്സിലാവില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എൻ്റെ അമ്മ എന്നെ അങ്ങനെയല്ല വളർത്തിയത്. സത്യം ജയിക്കണമെന്ന് കരുതി മാത്രമാണ് ഇത്രയും നാൾ മിണ്ടാതിരുന്നത്. നിങ്ങൾക്ക് കുറച്ച് സർപ്രൈസുകൾ വരുന്നുണ്ട്, കുറച്ച് കാത്തിരിക്കൂ. 14 വർഷം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എല്ലാം ക്ഷമിച്ചില്ലേ? എൻ്റെ മക്കളെ കാണാൻ അനുവദിക്കുന്നില്ല. എൻ്റെ മൂത്ത മകനും ഞാനും ചേർന്ന് ടിക് 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 പടത്തിൽ അഭിനയിച്ചതിനാലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേ. എൻ്റെ മക്കളാണവർ. അവരെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? 50 ലക്ഷം രൂപയാണ് രണ്ടുപേരുടെയും സ്കൂൾ ഫീസ്. ഞാൻ തന്നെയാണ് ഇത്രയും കാലം അതെല്ലാം അടച്ചിരുന്നത്. അവർക്ക് നല്ല ലൈഫ് കിട്ടണം എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മക്കളോട് എനിക്കുള്ള സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ ആരും പറയരുത്. അതിനുള്ള അവകാശമില്ല. ആർക്കും ഒന്നും അറിയില്ല. ഞാനും എൻ്റെ ഇളയ മകനും ദിവസവും ഒരുമിച്ച് ചെസ്സ് കളിക്കും. എന്നെപ്പറ്റിയാണോ നിങ്ങൾ എനിക്ക് മക്കളോട് സ്നേഹമില്ലെന്ന് പറയുന്നത്? എൻ്റെ മക്കളെ കാണാൻ സമ്മതിക്കുന്നില്ല. അവരുടെ സ്കൂളിലേക്ക് ബോഡി ഗാർഡുമാരെ വിടുന്നു. അവരുമായി ഫോൺ കണക്ഷൻ പോലും വിച്ഛേദിച്ചിരിക്കുകയാണ്. മക്കൾ എൻ്റെ ഈ വീഡിയോ കാണണം. ജീവിതം താല്പര്യമില്ലാതെ ഓടി വന്നതാണ് ഞാൻ എന്നെ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. സൂം ചെയ്ത് നോക്കൂ. ഒരു ദിവസം ഞാൻ ഈ ലോകം വിടും. പക്ഷേ അതിനു മുമ്പ് അവരുടെ സമാധാനം ഞാൻ അവസാനിപ്പിക്കും. ഇനി ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യില്ല. ആദ്യം എൻ്റെ വ്യക്തിപരമായ ജീവിതം ശരിയാക്കും. എൻ്റെ പേര് തിരിച്ചു നേടും. അതിനുശേഷമേ അഭിനയത്തിലേക്ക് മടങ്ങി വരൂ. അതുവരെ എൻ്റെ സിനിമകളൊന്നും തന്നെ റിലീസാകില്ലെന്നും നടൻ പറഞ്ഞു.